അവര് ചേച്ചിയുടെ കൂട്ടുകാരും വല്ലതുമാണോ? അല്ല, പ്രായം കൂടുതലാന്ന് തോന്നുന്നു. ഓ, നമ്മളെക്കാൾ പ്രായം കൂടുതലല്ലേ? തിരുവനന്തപുരം പട്ടത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വൃക്കരോഗിയായ ഭാര്യയെ വകവരുത്തി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഹതഭാഗ്യനായ ഒരു ഗൃഹനാഥൻ. ആ വാർത്ത ഇന്നലെ നമ്മൾ കേട്ടതാണ്. ഇതാണ് ആ വീട്. നീല ടാർപ്പ് കൊണ്ട് വലിച്ചു മറകെട്ടി അച്ഛൻ്റെയും അമ്മയുടെയും ഭൗതിക ശരീരത്തെ കാത്തിരിക്കുന്ന 30 വയസ്സിനകത്ത് പ്രായം വരുന്ന ഒരു മകൾ ഉമ്മറത്ത് തൂണിൽ തലചാച്ചിരിക്കുന്ന കണ്ടു. സംസാരിച്ച് അവിടെ നിന്ന ഒരു യുവതി എന്തോ ഒരു സംശയം പോലെ ഒന്ന് നോക്കി, തുടർന്ന് സംസാരം നിർത്തി. ഞാൻ മീഡിയക്കാരൻ എന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് അകത്തേക്ക് പോയി. ഒപ്പം മകളെയും അകത്തേക്ക് വിളിച്ചു. സുരേന്ദ്രന്റെയും ജയന്തിയുടെയും അനന്യസാധാരണമായ ഒരു ദുരന്ത ജീവിതം കഥ പോലെ ഭയാനകമായിരുന്നു. കേൾക്കുന്നവർക്കും അടുത്ത നിമിഷത്തെ ഭയത്തോടെ മാത്രമേ ജീവിതത്തെ കാണാനുമാകൂ. തിരുവനന്തപുരത്ത് കരകുളത്ത് നിന്ന് 3 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഈ സ്ഥലത്തേക്ക് നമ്മൾ വന്നത്. സുരേന്ദ്രൻ എന്നയാളിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ചില പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം മാത്രമേ അവിടെ റീത്ത് വാങ്ങാനും ലൈറ്റ് കെട്ടാനും ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും ഉള്ളൂ. അതിലൊരാൾ പറഞ്ഞു, സുരേന്ദ്രൻ ഭാര്യയോട് വളരെ സ്നേഹമുള്ള നല്ലൊരു കുടുംബനാഥൻ ആയിരുന്നു. ദീർഘകാലമായി ചികിത്സയിലായിരുന്ന ഭാര്യ ജയന്തിക്കായി കേട്ടറിവ് ശരിയെങ്കിൽ ഇതിനകം വൻ തുക ലക്ഷങ്ങൾ ചെലവാക്കിയിരിക്കുന്നു. നാട്ടിലും വിദേശത്തുമൊക്കെ കുലത്തൊഴിൽ ചെയ്ത് സമ്പാദിച്ച പണമൊക്കെയും തീർന്നു. കടവും ഏറെയായി. മകനും മകൾക്കുമായി സമ്പാദിച്ച കിടപ്പാടവും ശേഷാരിക്കായി പണി പൂർത്തീകരിക്കാതെ സ്വപ്നം ബാക്കി വെച്ച ഒരു വീടും അവിടെയുണ്ട്. അതുകൂടി നശിപ്പിച്ചിട്ട് മരിച്ചു പോകുന്നതിലും ഭേദം ഒരു നാഴിക മുന്നേ ജീവിതം അറിഞ്ഞും അനുഭവിച്ചും മരണത്തേക്കാൾ ഭീകരമായ വേദനയറിഞ്ഞും ഉറക്കമില്ലാതെ നിലവിളിക്കുന്ന ഭാര്യയെ കണ്ട വയോധികൻ വിതുമ്പിക്കരഞ്ഞ രാത്രികൾ അനവധി. അത് മറ്റാരും കണ്ടില്ല, അറിഞ്ഞില്ല. മകളുടെ ഭർത്താവെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ ആളിന് എന്തോ സർജറി കഴിഞ്ഞ വയ്യായികയുണ്ട്. സഹോദരി ഒരാൾ പറഞ്ഞു, മരിക്കുന്നതിൻ്റെ തലേന്ന് ഹോസ്പിറ്റലുകാർ പറഞ്ഞു ജയന്തിക്ക് ഇനി 3 സർജറി കൂടി വേണ്ടിവരുമെന്ന്. 5 ലക്ഷത്തോളം രൂപ അതിന് ചെലവായി വരും. അത് കൂട്ടിയാൽ ഇനി കൂടില്ല എന്ന് സുരേന്ദ്രന് നന്നായി അറിയാം. സുരേന്ദ്രന് 70 വയസ്സ് കഴിഞ്ഞു. ഇനി മറ്റൊരു ജോലിക്കും പോകാനുള്ള കഴിവും ഇല്ലാണ്ടായിരിക്കുന്നു. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് പലപ്പോഴും ആലോചിച്ചു. ഏറ്റവും നല്ല ചികിത്സ കിട്ടണം. ചികിത്സ കിട്ടാതെ എൻ്റെ ജയന്തി മരിച്ചെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയരുത്. അതുകൊണ്ടാണ് പേര് കേട്ട തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ചികിത്സ നടത്തി പോകുന്നത്. ഒടുവിൽ ഡയാലിസിന് കുത്തിയ മുറിവിലും രോഗാണുബാധ, ഉള്ളിലും പുറത്തും വേദന കൊണ്ട് പുളയുന്ന സ്ഥിതി. ജയന്തി തൻ്റെ പ്രിയപ്പെട്ട ചേട്ടനോട് അത് തന്നെ ആവശ്യപ്പെട്ടു, ഇനി തുടരേണ്ട എനിക്ക്. ഇതൊക്കെ ബന്ധുക്കളുടെ ഊഹമാണോ? അത് വേണ്ട, നമുക്കൊരുമിച്ചാകാം എന്ന തീരുമാനത്തിൽ ഒടുവിൽ സുരേന്ദ്രൻ എത്തി എന്ന് തോന്നുന്നു. ഒക്ടോബർ 9 ഇന്നലെ 2025 പുലർച്ചെ 2:45 4 മണിയോടെ നഴ്സുമാർ വാർഡുകളിൽ വന്നു തുടങ്ങും. അതിനു മുമ്പേ എല്ലാം അവസാനിപ്പിക്കണം. ഇലക്ട്രിക് ബെഡിൻ്റെ ചാർജിങ് കേബിൾ അവിടെ ഉണ്ട്. സുരേന്ദ്രൻ അതെടുത്തു. ജയന്തിയെ ഒന്ന് നോക്കി. ജയന്തി ഒന്ന് മയങ്ങുകയാണ്. സുരേന്ദ്രൻ ആ കേബിളുമായി ജയന്തിയുടെ അടുത്തേക്ക് എത്തി. പിന്നെ നടന്നത് എല്ലാം ഞൊടിയിടയിൽ. ജയന്തിക്ക് ശ്വാസം മുട്ടുന്നു. ഇരുട്ടിൻ്റെ നിശബ്ദതയുടെ വീർപ്പുമുട്ടൽ, വല്ലാത്ത ഒരു വിങ്ങൽ പോലെ, പിടച്ചിൽ, അമർച്ച. 3 മണിയോടെ എല്ലാം കഴിഞ്ഞു. ഇനി ജയന്തിക്ക് വേദനകളില്ല. ജയന്തിയുടെ പ്രിയപ്പെട്ട സുരേന്ദ്രൻ ചേട്ടൻ എന്നേക്കുമായി ജയന്തിയെ ചികിത്സിച്ചിരിക്കുന്നു. മലർന്ന് ഇമ പൊക്കി നോക്കിയ ജയന്തിയുടെ ആ ഇമകളെ അയാൾ വിറയാർന്ന കൈകൊണ്ട് മെല്ലെ അടച്ചു. പിന്നെ വാതിൽ തുറന്ന് പുറത്തേക്കോടി ശരവേഗത്തിൽ. അധികം ആരും ഉണർന്നിട്ടില്ല.
ചില റൂമുകളിൽ ആളനക്കമുണ്ട്. രണ്ടാം നിലയിൽ നിന്ന് മുകളിലേക്ക് അയാൾ ഓടിക്കേറി. 2 നേഴ്സുമാർ ആ ഓട്ടം കണ്ടു. അവർ പിന്നാലെ വരുന്നതും ഭാസുരേന്ദ്രൻ ശ്രദ്ധിച്ചിരുന്നു. കിതപ്പിലും ശ്വാസം കിട്ടാത്ത വീർപ്പുമുട്ടലിലും 5-ാമത്തെ നില വരെ എത്തി. അവിടെ ചുറ്റുകോവണിൽ നിന്ന് താഴേക്ക് നോക്കി. വല്ലാത്ത ആഴം, 5 നിലയുടെ ആഴം. അയാൾ അള്ളിപ്പിടിച്ച് ഹാൻഡ് റെയിലിൽ കയറിയതും നഴ്സുമാർ ഓടിയെത്തുകയായിരുന്നു അവിടേക്ക്. നിമിഷാർത്ഥത്തിന്റെ ഒരു ആനുകൂല്യം അതുമാത്രം കാലം അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം പിന്നെ ഒന്നും ആലോചിച്ചില്ല, താഴേക്ക് ചാടി. പിന്നെ അറിയുന്നത് നേരം പുലർന്ന് ഉച്ചയാവാറായി 11:30 വരെ അതേ ആശുപത്രിയുടെ അത്യഹിതത്തിൽ എല്ലുകൾ നുറുങ്ങി ഭാസുരേന്ദ്രൻ അബോധാവസ്ഥയിൽ കിടക്കുന്നതായിട്ടാണ്. 11:30 ആ വാർത്തയും പുറത്തു വന്നു. ഭാര്യയെ കൊന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച ഭർത്താവും മരിച്ചിരിക്കുന്നു. ധനമില്ലാത്ത ഒരാളല്ലായിരുന്നു ഭാസുരേന്ദ്രൻ. സമ്പാദ്യം മുഴുവൻ തീരും വരെ ധനികൻ തന്നെയായിരുന്നു. സമ്പാദ്യം ഏകദേശം 15 ലക്ഷത്തോളം രൂപയാണ് ചെലവാക്കിയത് ചികിത്സയ്ക്കായി എന്ന് അടുത്ത ബന്ധു പറയുന്നത് കേട്ട് ഞെട്ടിപ്പോയി. തൊട്ടുമുന്നിൽ ഒരു സ്കൂളാണ്. അവിടെ നിന്ന് പുറത്തു വന്നൊരു അധ്യാപകൻ എന്നോട് കാര്യം തിരക്കി. വാർത്തയിൽ കേട്ടതുപോലെയൊക്കെ ഞാൻ കാര്യം പറഞ്ഞു. അമ്പലത്തിൽ പോയിട്ടില്ലാത്ത, പോകാൻ ആഗ്രഹിക്കാത്ത, ഒരു വിശ്വാസത്തിൻ്റെയും ഭാഗമല്ലാത്ത അയാൾ ഇത് കേട്ട് ഇപ്രകാരം പറഞ്ഞു: ആയുസിന് ഗ്യാരണ്ടി കൊടുക്കാൻ മെഡിക്കൽ സയൻസിനും കഴിയുന്നില്ല. കൊടുത്ത പണം മുഴുവൻ അവരുടെ കീശയിലായി. 1 രൂപ കാണിക്കയിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന ഫലിച്ചില്ലെങ്കിൽ ദൈവമില്ലെന്ന് പറയുന്നവർ, ലക്ഷങ്ങൾ എണ്ണി കൊടുത്തിട്ടും അവരുടെ ചികിത്സയ്ക്കോ അവരുടെ മരുന്നുകൾക്കോ ഒരു രോഗിയെ രക്ഷിക്കാനാവാത്തതിൽ ആര് ഈ വൻ നഷ്ടത്തിന് ഉത്തരം പറയും എന്നൊരു ചോദ്യം. പേരറിയാത്ത, ഊരറിയാത്ത ആ അധ്യാപകന്റെ ചോദ്യം പ്രസക്തമാണെന്ന് എനിക്കും തോന്നി. ജീവിതമോ ജലത്തിൽ വരച്ച വര പോലെ എന്ന് പറഞ്ഞ് ഒരു മുത്തശ്ശി റോഡ് മറികടന്ന് തെക്കോട്ടും പോയി. കുറച്ചു നേരത്തിന് ശേഷം ഈ കാഴ്ചകൾ കണ്ട് സഹിക്കാനാവാതെ വീർപ്പുമുട്ടുന്ന പലരെയും ആ വീടിനും പരിസരത്തിലുമായി നമ്മൾ കണ്ടു. എല്ലാവരും ഭാസുരേന്ദ്രനെ കുറിച്ചും ജയന്തിയെക്കുറിച്ചും നല്ലതു മാത്രം പരസ്പരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കണ്ടു. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ധനത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ അളവുകോലുകൾ എന്തെന്ന് ധാരണയില്ലാത്ത ഒരു ലോകം മാത്രം ബാക്കിയായി.